ഹലോ, വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ അത് നമുക്കൊരു മസ്റ്റാണ്. അപ്പോൾ ദേ ഞാൻ രാവിലെ ഇവിടെ ഒരു ചുക്ക് കാപ്പി വെച്ച് തുടങ്ങാറുണ്ട്. തൊണ്ടയ്ക്കൊന്നും അത്ര ഒരു സുഖമില്ല. അപ്പോൾ ഉച്ചത്തേക്ക് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം രാവിലത്തെ പരിപാടി ഒതുക്കട്ടെ കേട്ടോ. രാവിലത്തേക്ക് നല്ല സുടാ നെയ് റോസ്റ്റും നല്ല കുറുകിയ വറുത്തരച്ച സാമ്പാറും ആയിരുന്നു കേട്ടോ. വൈഷു ഇവിടെ ദേ ബാഡ്മിന്റൺ കളിയായി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അകത്താക്കി. ഇനി നമുക്ക് ലഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങാം. ഞാൻ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 പേർക്കുള്ള ബിരിയാണി എന്ന കണക്കിന്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടാലോ. ഇവരൊക്കെയാണ് കേട്ടോ ഐറ്റംസ്. ആഹാ, ബിരിയാണി സെറ്റാക്കാറായപ്പോഴത്തേക്ക് എന്റെ മെയിൻ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. റീമക്കുട്ടം വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് പണി അവക്കും കൊടുക്കാം. ലഞ്ച് കഴിഞ്ഞ് ഡെസേർട്ട് ആയിട്ട് ഞാൻ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് റീമയുടെ ഫേവറേറ്റ് ഡെസേർട്ട് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസിന് ഓരോന്ന് അരിഞ്ഞും ചതച്ചും പൊടിച്ചും ഒക്കെ എടുത്ത് വെക്കാം. ഇനി തക്കാളിയും കൂടിയേ ഉള്ളൂ, അതും അരിഞ്ഞു മാറ്റി വെക്കാം. ഇവളെന്താണ് ഈ തേയിലുന്നുള്ളി കളിക്കുന്നത്? അതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കിടോ എന്ന് പണ്ട് ദിലീപേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കോരിയാണ്ടർ ലീഫും മിന്റ് ലീവ്സും കൂടി സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ കുക്കർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് എണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് ചൂടാക്കി അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് നല്ല മണം വരുമ്പോഴത്തേക്കും ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടുക നല്ലോണം വഴന്ന് കിട്ടാൻ. ഉള്ളി നല്ലോണം വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ചതച്ച് വെച്ച് ഗ്രീൻ ചില്ലിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടിയിട്ട് വഴറ്റുക. അതും നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മളുടെ മാംഗോ സ്റ്റിക്കി റൈസിന്റെ സോസ് റെഡിയാക്കി വെക്കാം. ഇതിന്റെ റെസിപ്പി ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ മസാല നല്ലോണം വഴന്നതിന് ശേഷം നമ്മൾ കോരിയാണ്ടർ ആൻഡ് മിന്റ് ലീവ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. കുറച്ച് ഒരു അര നാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന്. ഇവിടെ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസിന്റെ സോസ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇവനെ അങ്ങോട്ട് മാറ്റി വെക്കാം. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള. അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരു പ്രഹസനത്തിന് ഒരു ടേസ്റ്റ് ഒക്കെ നോക്കി എല്ലാം ഓക്കെ ആണോ നോക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊരു തവി കൊണ്ട് തട്ടി ലെവലാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. കൃത്യം ഒരേ ഒരു വിസില് മീഡിയം ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും നമ്മളുടെ കുക്കർ ബിരിയാണി സെറ്റ്. ഇത് എങ്ങനെയുണ്ട്? കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് അല്ലെ? കുറച്ച് നെയ്യും കൂടി മുകളിൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഹാ അസാധ്യ ഫ്ലേവറാണ്. കുറച്ച് ഇലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒരു ഡെക്കറേഷന്. നമുക്ക് നമ്മുടെ സ്റ്റിക്കി റൈസും കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡെസേർട്ടും ആയില്ലോ. ഡെസേർട്സിന്റെ കാര്യത്തിൽ പൊതുവെ പ്രസന്റേഷൻ മുഖ്യം ബിഗിലെ എന്നാണല്ലോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റിക്കി റൈസിനെ വളരെ പ്രസന്റബിൾ ആയിട്ട് നമുക്ക് ഒരുക്കിയെടുക്കാം. കുറച്ച് ടോസ്റ്റഡ് സെസമി സീഡ്സും കൂടി മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക്. പിന്നെ ബിരിയാണി വിളമ്പി, റൈത്ത ഉണ്ടാക്കി, അതും വിളമ്പി ഓരോരുത്തർ വരിയായി വന്ന് ബിരിയാണി എടുത്തിട്ട് പോകേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കി ബിരിയാണിയും മാംഗോ സ്റ്റിക്കി റൈസും ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് വീക്കെൻഡ് ആഘോഷിക്കാൻ. 10